മലയാള സിനിമാ നാടകരംഗങ്ങളിൽ പകരം വെക്കാനില്ലാത്ത അഭിനയശൈലി കാഴ്ചവെച്ച അനശ്വര നടൻ ഭരത് മുരളി വിടവാങ്ങിയിട്ട് 17 വർഷം. നാടകവേദിയിലൂടെ വന്ന് വെള്ളിത്തിരയിൽ തന്റേതായ മുദ്ര പതിപ്പിച്ച അദ്ദേഹം മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായി 200-ലധികം കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയാണ് അരങ്ങൊഴിഞ്ഞത്. അരങ്ങിലും വെള്ളിത്തിരയിലും തന്റേതായ അഭിനയ സമവാക്യങ്ങൾ കുറിച്ചിട്ട മലയാളത്തിന്റെ ഭരത് മുരളി ഓർമ്മയായി മാറിയിട്ടും ആ കഥാപാത്രങ്ങളുടെ വീര്യം ഒട്ടും ചോർന്നു പോയിട്ടില്ല. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായി 200-ലധികം കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്ന് 55-ാം വയസ്സിൽ അരങ്ങൊഴിഞ്ഞ ആ മഹാപ്രതിഭയെ മലയാളി എന്നും നെഞ്ചോട് ചേർക്കുന്നു. 1954-ൽ കൊല്ലം കുടവട്ടൂരിൽ ജനിച്ച മുരളി 1979-ൽ ഭരത് ഗോപിയുടെ ഞാറ്റടി എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തുന്നത്. വില്ലൻ വേഷങ്ങളിൽ തുടങ്ങി 1992-ൽ പുറത്തിറങ്ങിയ ആധാരം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം നായകനിരയിലേക്ക് ഉയർന്നു. 80-കളുടെ അവസാനത്തിലും 90-കളിലും മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായിരുന്ന അദ്ദേഹം തന്റെ പരുക്കൻ ശബ്ദവും വ്യത്യസ്തമായ ശരീരഭാഷയും കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കി. For me, politics means power and power means business. ലാൽ സലാം, ചമ്പക്കുളം തച്ചൻ, വെങ്കലം, ചമയം, അമരം, ആകാശദൂത്, പ്രായിക്കര പാപ്പാൻ, ഗർഷോ, പത്രം, നിഴൽക്കുത്ത്, കാരുണ്യം, ഗ്രാമഫോൺ തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ആധാരം, കാണാക്കിനാവ്, താലോലം, നെയ്ത്തുകാരൻ എന്നീ ചിത്രങ്ങൾക്ക് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും നെയ്ത്തുകാരൻ എന്ന ചിത്രത്തിലെ അപ്പമേസ്ത്രി എന്ന കഥാപാത്രത്തിന് ദേശീയ പുരസ്കാരവും ലഭിച്ചു. സിനിമയ്ക്ക് പുറമെ നാടകത്തിലും എഴുത്തിലും സജീവമായിരുന്ന അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനായി ലോക്സഭയിലേക്ക് മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2009-ൽ കേരള സംഗീത നാടക അക്കാദമി ചെയർമാനായിരിക്കെ 55-ാം വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത്. ശരീരഭാഷ കൊണ്ടും ഭാവതീവ്രത കൊണ്ടും മലയാള സിനിമയിൽ പകരം വെക്കാനില്ലാത്ത വിടവാണ് ഭരത് മുരളിയുടെ വേർപാട് ഉണ്ടാക്കിയത്. കാലം എത്ര കഴിഞ്ഞാലും ആ പരുക്കൻ ശബ്ദവും കണ്ണുകളിലെ തീഷ്ണതയും അനശ്വരമാക്കിയ ഒട്ടനവധി കഥാപാത്രങ്ങളും മലയാളി സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇന്നും വറ്റാത്ത ഓർമ്മകളായി ജീവിക്കും. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.